ഹലോ എവ്രി വൺ. സോ നമ്മൾ കഴിഞ്ഞ 5 ദിവസം ഡിഫറെൻറ്റ് ഡൂഡിൽസും കാര്യങ്ങളും ചെയ്തു. ആൻഡ് വി ആർ ബാക്ക് വിത്ത് ആ മണ്ഡല ആർട്ട്. ഇതുപോലെ നമുക്കിങ്ങനെ മാറി മാറി ചെയ്യാം. കാരണം മണ്ഡല ഞാൻ പറഞ്ഞ പോലെ കുറച്ചധികം ലെങ്തിയർ പോർഷൻസ് ആയതുകൊണ്ട് പല പല ടൈപ്പ് ഓഫ് മണ്ഡല വരയ്ക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ ഡൂഡിൽസും കാര്യങ്ങളും ചെയ്ത് പോകാം കേട്ടോ. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന മണ്ഡല ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലെറ്റ്സ് ട്രൈ വിത്ത് കളർ പെൻസിൽസ്. നിങ്ങളുടെ കയ്യിൽ കളർ പെൻസിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരച്ച് നോക്കുക. ഫസ്റ്റ് നമ്മളൊരു സിമ്പിൾ സർക്കിൾ വരയ്ക്കുകയാണ്. ഐ ടെൽ യു ഹൗ മച്ച് റിങ്സ് വി വോണ്ട്. ആദ്യം ഒരു റിങ്, പിന്നെ അതിൻ്റെ തൊട്ട് ഒരു ചെറിയ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ടുള്ള 2 റോൾസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഐ എം ടേക്കിംഗ്, ഞാനിപ്പോൾ മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ബോർഡേഴ്സ് കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ കളറാണ് കൊടുക്കുന്നത്, ഒരു ബ്ലാക്ക് കളർ. നമുക്ക് ഏത് തീം എടുക്കാം. നമുക്കിന്നൊരു ഒരു റെഡ്, ഒരു പിങ്ക് മിക്സ്ചറുള്ള ചെറിയ റെഡല്ല, എന്നാൽ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു റോസ് ഷെയ്ഡ് ടിൻറ്റ് വരുന്ന ഒരു റെഡ് കളർ ഷെയ്ഡ്, അതാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമ്മൾ പ്രീവിയസ്ലി വരച്ചതിൻ്റെ ഉണ്ടോ ഈ ബ്ലാക്ക് ഡോട്ട്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ. അതില്ലാതെ വേണം വരയ്ക്കാൻ. ഞാനിത് പ്രീവിയസ്ലി ബ്ലൂ മണ്ഡല വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് കളർ ഷെയ്ഡ് ഇപ്പുറത്തെ ഇതിലേക്ക് പേജിലോട്ട് ഇറങ്ങിയതാണ്. ബോർഡർ കൊടുത്തു. നമുക്കത് ഫുള്ളായി കിട്ടി. ഈ അടുത്ത റോയിൽ നമ്മൾ സിമ്പിൾ ലൈൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് എപ്പോഴും കൊടുക്കുന്നത് ഇങ്ങനെ 4 ഡയറക്ഷനിലേക്ക് ഫസ്റ്റ് കൊടുക്കും. പിന്നെ അതിൻ്റെയൊക്കെ സെൻറ്ററിൽ ഞാൻ വരയ്ക്കും. പിന്നെ അതിൻ്റെയും സെൻറ്റേഴ്സിൽ എപ്പോഴും ഇങ്ങനെ ലൈൻ ഇടുമ്പോൾ ഈക്വലായിട്ട് പോകാൻ ഈ ഒരു മെത്തേഡാണ് നല്ലത്. ഇനി ഇതിൻ്റെയും ഗ്യാപ്പുകളിൽ നമുക്ക് ലൈൻസ് കൊടുക്കാം. ഇത്ര ഉള്ളു. അപ്പോൾ ഞാൻ ഒരു സർക്കിളും കൂടെ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഞാൻ ഐ വുഡ് ടേക്ക് ബ്ലാക്ക് പെന്ന് വെച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇങ്ങനെയുള്ള ഈ ആർച്ചാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ത്രൂ ഔട്ട് നമുക്ക് ഇത്രയും ഇങ്ങനൊരു ഫ്ലവർ, സിമ്പിളായിട്ടുള്ള ഫ്ലവർ ഐക്കൺ വെച്ചു. ഇനി നമ്മളിതിൻ്റെ ക്ലോസ് ചെയ്യാൻ പോവാം.
കണ്ടോ, ഇത്രയും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അഗൈൻ സെയിം കളർ, നമ്മൾ മുമ്പ് യൂസ് ചെയ്ത സെയിം കളർ എടുത്തിട്ട് ഈ ഒരു കളർ തീമിലായിരിക്കും നമ്മൾ പോവുക, ബ്ലാക്കും ഈ ഒരു കളർ കോമ്പിനേഷൻ. ഇതൊന്ന് ക്വിക്ക്ലി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ലാസ്റ്റത്തെ സെക്കൻഡ് വന്നെത്തി. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് തന്നെ എടുക്കണമെന്നില്ല, കളർ യൂസ് ചെയ്യണത് ഏത് കളർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇപ്പം ഇപ്പം നമ്മൾ ഈ മണ്ഡല അല്ല, വേറെ ഏത് ആർട്ടിലാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആ ഒരു കളർ ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് എനി അതർ കളർ. ഓക്കെ, നോ പ്രോബ്ലം. ഇത് തന്നെ മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ വീണ്ടും ഇതേപോലെ റൗണ്ട്സ് കൊടുക്കുകയാണ്. അത് നമ്മൾ ബ്ലാക്കിൽ തന്നെയായിരിക്കും കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഈ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആർട്ടിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉള്ളിൽ ബ്ലാക്ക് കൊടുക്കുക. വരയ്ക്കുന്നതൊന്നും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നില്ല, പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരുന്നില്ല. കളർ ഫില്ല് ചെയ്യുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് മാത്രമാണ് ഞാനൊന്ന് ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എൻഡ് ആവാനാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇത്രയായില്ലേ. ഇനി ഞാൻ കളർ പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. I don't know why these days I'm pretty addicted to these color pencils. അപ്പോൾ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് സ്കെച്ചോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ യൂസ് ചെയ്യാം. We'll just complete and quickly come back. Okay, so ഇത്രയും completed. So these are 1 2 3 layers. ഇനിയുള്ള ലെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയുള്ള ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ 1 more ലെയർ, കുറച്ച് എല്ലാം ഒരു ആവറേജ് സൈസിലുള്ളതാണ് കേട്ടോ കൊടുക്കുന്നത്. എൻ്റെ പേജിൽ എത്ര തികയുന്നോ അത്രയും ഞാൻ വരയ്ക്കാനാണ് ഇത്തവണ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും കൊടുത്തു. മുകൾ ഭാഗം ഇനി അല്ലാതെ എത്തില്ല. ഇത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നതിൽ ഞാൻ എൻ്റെ പെന്നെടുക്കുകയാണ്. പെന്നെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ലീഫ് പോലെ ഇവിടെ കൊണ്ടുവരിക, പോയിൻറ്റ് ചെയ്തിട്ട് താഴേക്ക്. ഇത് പോയിൻറ്റഡ് ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ. ഇത്ര ലീവ്സ് വേണം എന്നൊന്നും ഇല്ല, പക്ഷേ ഇതിൻ്റെ നിബ് എപ്പോഴും ഇതിൽ പോയിൻറ്റഡ് ആയിട്ട് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കണം. അങ്ങനെ കൊണ്ടുവന്നു അതേപോലെ താഴത്തേക്ക്.
ഇവിടെ കുറച്ച് എനിക്ക് സ്ഥലം കുറവായിരുന്നു, അപ്പോൾ അത് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ നമ്മൾ ഓരോ ലൈൻസ് ഇടുക. ഈ മോട്ടീഫൊക്കെ നമ്മൾ വർലി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. വർലിയുടെ ബോർഡേഴ്സിൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നടുവേ ജോയിൻ ചെയ്യും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഔട്ടർ റിങ് ക്ലോസ് ചെയ്യാം. ഇതിൽ ഇനി നെക്സ്റ്റ് ത്രൂ ഔട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമ്മുടെ ലീവ്സിലൊക്കെ നമ്മൾ കൊടുക്കില്ല, ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടുള്ളതുപോലെ ഒരു സൈഡിൽ മാത്രം, അതായത് എല്ലാ പെറ്റലിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കേട്ടോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇങ്ങനെ താഴോട്ട് ലൈൻസ് ഇട്ട് കൊടുക്കും. ഇത്രയായില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൈഡ് ഫുള്ളി ഈ ഒരു കളർ. നമ്മൾ മണ്ഡല വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പ്രിൻ്റുകൾക്കും നമ്മുടെ ഷെയ്ഡുകൾക്കും തമ്മിലൊരു ഒരു ഒരു കണ്ടിന്യൂസ് ഫ്ലോ വേണം. ഇപ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് ബ്ലാക്ക് വന്നു, അടുത്തത് ബ്ലാക്ക് നിന്ന് ഇവിടെ ബ്ലാക്ക് വന്നു, ഇവിടെ നിന്ന് വീണ്ടും. എല്ലാ റിങ്ങിലും ഇത് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷേ യു നീഡ് ടു മേക്ക് ഷുവർ ഇടയ്ക്കിടയ്ക്ക് ഇത് ഫോളോ ആവുന്നുണ്ട് എന്നുള്ളത്. ഞാൻ അത് ക്വിക്ക്ലി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് എൻ്റെ. നിങ്ങൾക്കിത് ബ്ലൂവിൻ്റെ ഷെയ്ഡിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ ഫസ്റ്റ് ഈ മോഡൽ ചെയ്തപ്പോൾ ഐ ഡിഡ് ഇറ്റ് ഇൻ ബ്ലൂ കോമ്പിനേഷൻ. ആൻഡ് ഐ എം സ്റ്റിൽ ടെല്ലിങ് യു, നിങ്ങൾക്ക് കയ്യിൽ കളർ പെൻസിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഇൻ സ്കെച്ച് ഓൾസോ, ഏതർ വേ ഈസ് ഗുഡ്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഗ്യാപ്പ് ഫിൽ ഔട്ട് ചെയ്യണം. ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ നമ്മളിപ്പോൾ ഇത്തവണ എന്താ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ സർക്കിളില്ലേ, സ്പൈറൽ, അത് എല്ലാവിടെയും തട്ടുന്ന രീതിയിൽ ഇങ്ങനെ. അതായത് ഇവിടെ ടച്ച് ചെയ്യണം, ഇവിടെ ടച്ച് ചെയ്യണം, ഇവിടെ ടച്ച് ചെയ്യണം. അപ്പം അങ്ങനെ.
ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതേ ഡിസൈൻ ഒന്നുകൂടെ ഒരു റോവും കൂടെ വരയ്ക്കാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു പ്രിൻ്റ് ഇത്തവണ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ സെയിം ഡിസൈൻ ത്രൂ ഔട്ട് ഒന്നുകൂടെ വരയ്ക്കാൻ പോവാണ്. പതുക്കെ വരച്ചാൽ മതി. ഒരുപാട് സ്പീഡിൽ മണ്ഡല ഇനീഷ്യലി ചെയ്ത് തുടങ്ങുന്നവർ വരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കുക മാത്രമല്ല കൈ വേദനിക്കുകയും ചെയ്യും. അപ്പോൾ പതുക്കെ ചെയ്യാം. എസ്പെഷ്യലി പ്രിൻ്റുകളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡിൽ ചെയ്ത് പെട്ടെന്ന് തീർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് നിങ്ങളുടെ ടൈം എടുത്ത്, നിങ്ങൾക്ക് ആവശ്യത്തിലേറെ സമയം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ആ ടൈം എടുത്ത് നിങ്ങൾ വരച്ചാൽ മതി. ഇത്രയും നമ്മൾ വരച്ച്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ മുകളിലെത്തി അതിൻ്റെ ഒരു കുറച്ച് താഴ്ന്ന് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളെപ്പോഴും കൊടുക്കുന്ന ആ ഒരു ഫ്ലവർ ഇല്ലേ, അത് കൊടുക്കുക. അപ്പോൾ എല്ലാവിടെയും ഇങ്ങനെ വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഫ്ലവർ വരയ്ക്കുക. നോർമൽ ആർച്ച് പോലത്തെ ഫ്ലവർ വരച്ചാൽ മതി. വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ നമുക്ക് കൂടുതലും ഏറ്റവും ഔട്ടർ ലെയറിലാണ് നിറയെ വർക്ക്സും കാര്യങ്ങളും മണ്ഡലയിൽ വരിക. അപ്പോൾ ഔട്ടർ റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ ചെയ്യാനുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്പീഡിൽ ചെയ്യണ്ട എന്ന് പറയാനുള്ളൊരു റീസൺ. ഇത്രയായി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇനി ചെയ്യേണ്ടത്, നമ്മളിവിടെ വരച്ചില്ല ഈ ഒരു സർക്കിൾ, അതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഈ സാധനം. ആദ്യം ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ആർച്ച് പോലെ വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു എസ് ഇടുക. എസ് ഇടുമ്പോൾ നമ്മളിവിടെ വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുക. ഈ സ്പൈറലില്ലേ അതിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ വന്നു, പിന്നെ അവിടെ നിന്ന് നമ്മളൊരു എസ് ഇട്ടു. എസ് ഇട്ടിട്ട് അതിനെ ജോയിൻ ചെയ്തിട്ട് ഉള്ളിലോട്ട് പിന്നെ വന്നു ഒരു എസ്. ഞാൻ നിങ്ങൾക്കത് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ വന്നു, എന്നിട്ട് ഇങ്ങനൊരു എസ് ഇട്ടു. അതിൻ്റെ ഉള്ളിൽ ഇതിവിടെ ജോയിൻ ആവണമെന്നില്ല. നിങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു എൻഡ് ആയിരിക്കും, അവിടെ നിന്ന് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ വേറെ നമുക്കതൊന്ന് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നു, എസ് ഇട്ടു, കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു, എസ് ഇട്ടു, ഒരു സ്പൈറൽ. ഞാനിങ്ങനെ റിപ്പീറ്റായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവാനാണ് കേട്ടോ.
ഐ നോ ഇറ്റ് സംടൈംസ് അനോയിങ്, പക്ഷേ അത് നിങ്ങൾക്ക് മറക്കാതിരിക്കാനാണ്. ഒരു ആർച്ച് ഇടുക, ഒരു എസ് ഇടുക, അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കുലർ റിങ്. അതായത് ഐ വിൽ ടെൽ യു വൺസ് അഗൈൻ, ഒരു ആർച്ച്, എസ്, ഇങ്ങനെ. ഒരു ധൃതിയുമില്ല, പെൻസിൽ കൊണ്ട് ഫസ്റ്റ് ചെയ്ത് അത് കിട്ടുന്നുണ്ട്. ഷാർപ്പ് പെൻസിൽ, മണ്ഡല വരയ്ക്കുമ്പോൾ നല്ല ഷാർപ്പുള്ള പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാം. കാരണം ഡിസൈൻസ് ഒക്കെ ടൈനിയാണ്. ഈ മണ്ഡല പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നാളെ മെഹന്തിയൊക്കെ ഇടാനടക്കാം ഭയങ്കര ഈസി ആയിരിക്കും. ഇങ്ങനത്തെ ഈ ഡിസൈൻസ് ഒക്കെ തന്നെയാണ് അതിൽ വരുന്നത്, മെഹന്തിയിലൊക്കെ വരുന്നത്. വി ആർ കംപ്ലീറ്റ്. കണ്ടോ, മൊത്തം കഴിഞ്ഞു. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ അത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുന്നുണ്ട്. ക്ലോസ് ചെയ്ത് മാത്രം പോരാട്ടോ, നമുക്കതിൽ കളർ ഫില്ല് ചെയ്യാൻ വേണം. ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പാർട്ടിലാണ് നമ്മൾ ഇത്തവണ കളർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വരച്ചതിന് ശേഷം കളർ ചെയ്യാം. ഈ മണ്ഡല ആർട്ടിന് കുറച്ച് സയൻറ്റിഫിക് റൂൾസൊക്കെ ഉണ്ട്. അത് അവർ പറയും, ചില മണ്ഡല ആർട്ടിസ്റ്റുകൾ, നോട്ട് എവറി ആർട്ടിസ്റ്റ്, ഇത് ഭയങ്കര ഇംപ്രിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും മണ്ഡല ആർട്ട്. നമ്മളെപ്പോഴും വരയ്ക്കും. നമ്മൾ നല്ല മൂഡിലാണെങ്കിൽ നമ്മുടെ മണ്ഡല നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയും. നമ്മൾ കുറച്ചെങ്കിലും ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, ഒരു ഇത്തിരിയെങ്കിലും നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മൾ ഒരു മണ്ഡല ആർട്ട് വരച്ച് കഴിയുമ്പോൾ റെസ്റ്റ്ലെസ് ഒക്കെയാണ്. ഇപ്പം നിങ്ങൾ കുട്ടികളാണെങ്കിൽ ഒരുപാട് കളിച്ചിട്ട് വരികയാണ്, ഒന്ന് ടയേർഡാണ്, പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു അൺസർട്ടൈൻ മൈൻഡ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ വലിയ ആൾക്കാരാണെങ്കിലും ജോലിയും പല ടെൻഷനും പല പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിലും നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മളും ഒരു മണ്ഡല വരച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അറിയില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അത് എത്രത്തോളം ആക്റ്റീവാണ്, എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ മണ്ഡല ആർട്ട് നോക്കിയാൽ മനസ്സിലാവും എന്ന് പറയും. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ആർട്ടിനെ അതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചത് കുറച്ച് വലിയ ലെങ്തിയറാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിട്ട് വുമൻ്റെ ബോഡി ആയിട്ടൊക്കെ ഭയങ്കര റിലേഷൻസ് ഉള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ എ ചക്ര അല്ലേ. നമ്മുടെ ഹ്യൂമൻ ബോഡിയും ഒരു നമ്മുടെ ബോഡിയിലെ പ്രോസസ്സും ഒരു ഇതല്ലേ. ഇപ്പോൾ ഫുഡാണെങ്കിൽ ഡൈജഷൻ്റെ പ്രോസസ്സ്, ഹാർട്ടിലെ ബ്ലഡ് ഫ്ലോൻ്റെ പ്രോസസ്സ് എല്ലാം ഒരു ലൂപ്പാണല്ലോ. അതേപോലെയാണ്, അതിനൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് മണ്ഡല. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് അമ്പലങ്ങളിലും മൊണാസ്ട്രികളിലും, ഇഫ് യു ലുക്ക് അറ്റ് ജെയിൻ ടെമ്പിൾസും ബുദ്ധിസ്റ്റ് സ്പേസുകൾ, പിന്നെ ഹിന്ദു മിത്തോളജിയിലെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ഐ തിങ്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ മധുര ടെമ്പിളിൻ്റെ റൂഫിൽ യു ക്യാൻ സീ ബ്യൂട്ടിഫുൾ മണ്ഡലാസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മധുര മീനാക്ഷി ടെമ്പിളിൽ പോകാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ യു ഷുഡ് നെവർ മിസ്. പോകുമ്പോൾ നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ റൂഫുണ്ട്. ആ റൂഫിൽ വരുന്ന മണ്ഡലകൾ നന്നായി ശ്രദ്ധിച്ചു നോക്കുക. ഇറ്റ് ഈസ് റിയലി നൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിത്തോളജിക്കൽ പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം നോക്കൂ. ഇപ്പം നമുക്ക് ഇനി ഞാൻ പറ്റിയാൽ നോക്കട്ടെ, നമുക്ക് മഹാഭാരതത്തിലെ അശ്വമേധമല്ല, ചക്രവ്യൂഹം, സോറി എനിക്ക് മാറിപ്പോയതാണ്. അശ്വമേധം യാഗമാണ്. ചക്രവ്യൂഹം എന്നുള്ളതുണ്ട്. ഇറ്റ് ഈസ് എ വെരി മൈറ്റി ആയിട്ട് ഒരുപാട് ഈ യുദ്ധമുറകളൊക്കെ പഠിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ചക്രവ്യൂഹം. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും കഥയുള്ള അർജുനൻ്റെ മകൻ പകുതി കേട്ടിട്ട് ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ പോയി. പുള്ളി ബേബി ആയിട്ട് അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഇത് പഠിച്ചത്. അർജുനൻ എങ്ങനെയാണ് ചക്രവ്യൂഹം, അർജുനന് മാത്രമേ കയറാനും ഇറങ്ങാനും അറിയുള്ളൂ. ഐ തിങ്ക് പിന്നെ ദ്രോണർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. ദ്രോണ ഇസ് ബേസിക്കലി ദ ഗുരു, ഇവരെയൊക്കെ പഠിപ്പിക്കുന്ന ഗുരുവാണ്. അപ്പോൾ അർജുനനെ അറിയായിരുന്നു. അപ്പോൾ അർജുനൻ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വൈഫ് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈഫ് ഉറങ്ങിപ്പോയപ്പോൾ എന്തായി, ബേബിയും ഒബ്വിയസ്ലി ഉറങ്ങുമല്ലോ. ആ ഉറങ്ങുന്ന ടൈമിൽ ഈ കുട്ടി അതിനുള്ളിൽ കയറുന്നത് മാത്രമേ കേട്ടുള്ളൂ, പുറത്തിറങ്ങുന്ന കഥ കേട്ടില്ല. അപ്പോൾ എന്താ, ഹി നോസ് ഓൺലി ഹാഫ് ദ നോളജ്, ഹി ഹാസ് ഓൺലി ഹാഫ് ദ നോളജ്. അങ്ങനെ പുള്ളി ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ പോയി. ചക്രവ്യൂഹം ഇസ് ബേസിക്കലി ഒരു സ്പൈറൽ
ഷേപ്പിൽ വരുന്ന ഒരിതാണ്. നമ്മൾ ശത്രുവിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇപ്പോൾ ഇതാണ് ചക്രവ്യൂഹമെങ്കിൽ യു കം ഇൻസൈഡ്, എന്നിട്ട് ഇവിടെ നിന്ന് ഓരോരുത്തരായി തോപ്പിച്ച് യു വിൽ ഹാവ് ടു കം ഔട്ട് ഓഫ് ദറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അഭിമന്യു എന്നാണ് അർജുനൻ്റെ മകൻ്റെ പേര്, ഹീ കുഡ് നോട്ട് കം ഔട്ട് ആൻഡ് ഹീ ഡൈഡ് ദെയർ. അതാണ് ആ മഹാഭാരതം സ്റ്റോറിയിൽ വരുന്നത്. ഈ ചക്രവ്യൂഹം ഐ റീസെൻ്റ്ലി സോ സംബഡി ഡിഡൻ നമ്മുടെ വർലി ആർട്ട് ഉപയോഗിച്ചിട്ട് ചക്രവ്യൂഹം വരച്ചത് ഞാൻ കണ്ടു. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഡ്രോയിങ്. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് നമുക്ക് മണ്ഡലയിലൊരു ചക്രവ്യൂഹം ചെയ്തോണ്ട്, മണ്ഡല പ്ലസ് വർലി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത്. അത് ഞാൻ ഈ വരുന്ന വീക്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിൻസ് നിങ്ങൾ വർലിയും പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സർക്കിളിൽ നമ്മൾ ഇതേ സ്ക്വയർ പോലത്തെ, എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് മടുക്കുണ്ടാവുന്നത്, പക്ഷേ ഈ രണ്ടിൻ്റെയും സെൻറ്ററിൽ വേണം ചെയ്യേണ്ടത്. എല്ലാം സെൻറ്ററിൽ വേണമെന്നല്ല, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. വീണ്ടും നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. കാരണം ഈ ഒരു കളറിങ് ഉള്ളത് കൊണ്ടാട്ടോ ഈ ഒരു പെർട്ടിക്കുലർ പ്രിൻറ്റിൽ നമ്മൾ പോകുന്നത്. പ്ലസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കാനുള്ള മറ്റ് പ്രിൻറ്റുകളും പഠിക്കും. ഞാൻ നേരത്തെ ഇതുപോലെ ഇടയിൽ നിങ്ങൾക്ക് മിത്തോളജിക്കൽ എന്നല്ല നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പല ടൈപ്പ് ആർട്ടിൽ നമ്മുടെ മിത്തിക്കൽ ക്രീച്ചേഴ്സ്, മിത്തോളജിക്കൽ, അതിനൊക്കെ ഭയങ്കര പവേഴ്സാണ് എന്നല്ല, അതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ പല ആർട്ട് ഫോമും വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറിയും പറഞ്ഞു പോവാം. ആൻഡ് ഈ കമ്മിങ് വീക്കിൽ നമ്മൾ രാമായണം വരയ്ക്കും വർലിയിൽ. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് മോഡ്യൂളാണ്, നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഐ തിങ്ക് നീലാഞ്ജനയൊക്കെ പെൻഡിങ് ഉണ്ട് വർലി കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രാമായണം, എൻ്റയർ രാമായണം നമ്മൾ വർലി. അതുപോലെ നമുക്ക് ഓരോ തീമിലും എടുക്കാം. നമുക്ക് ഗ്രീക്ക് മിത്തോളജി, ഇപ്പോൾ ക്രിസ്ത്യൻ മിത്തോളജി, ഹിന്ദു മിത്തോളജി, അങ്ങനെ പല മിത്തോളജിയിലെ സ്റ്റോറീസും പല ആർട്ട് ഫോമായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്ത റൗണ്ടും നമ്മളായി. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഫസ്റ്റ് ചെയ്ത പോലെ സെൻറ്ററായിട്ട് ഡിവൈഡ് ചെയ്യുക. സോറി ഗൈസ്. ഞാൻ വർലിയുടെ വലിയൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വലിയ ഫ്രെയിമിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ പിക്ചറും അതിൻ്റെ ടൈം ലാപ്സ് എൻ്റെ കയ്യിൽ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ, നമ്മൾ നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് കൊടുത്തത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മളിങ്ങനെ ലൈൻസ് ത്രൂ ഔട്ട്, ഈ ഒരു പർട്ടിക്കുലർ ലൈൻസ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരിത്, പിന്നെ അതിൻ്റെ തൊട്ട് ചെറുത് ഇവിടെ, അതിൻ്റെ തൊട്ട് ചെറുത് മുകളിൽ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ കൊണ്ടുവരിക. ഈ മെഹന്തിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ല നിങ്ങൾ എല്ലാവിടെയും കാണുന്നതാണ്. ഒരു ആർച്ച്, അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു കേവ് കൊടുക്കുക. അങ്ങനെ 3 എണ്ണം. 1 2 3. ഇപ്പുറത്തെ സൈഡിൽ ലൈൻസ്. നമുക്ക് ആദ്യം അപ്പോൾ ലൈൻസ് ഇട്ട് തീർക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു പ്രിൻ്റാണ് വരയ്ക്കാൻ പോകുന്നത്, വിച്ച് ഇസ് ക്വൈറ്റ് ഈസി ആക്ച്വലി. നിങ്ങൾക്കൊന്ന് ഫസ്റ്റത്തത് ഐ വുഡ് പ്രിഫർ നിങ്ങൾ വേറൊരു പേപ്പറിൽ വരച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രിൻറ്റും, അത് ഏത് പ്രിൻറ്റും ആയിക്കോട്ടെ, ആദ്യമായി ചെയ്യുന്ന മണ്ഡലയിലെ ഏത് പ്രിൻറ്റും ഒരു പേപ്പറിൽ വരയ്ക്കുക. വരച്ചിട്ട് അത് നിങ്ങൾക്ക് കൈക്ക് ഓക്കെ ഐ എം ഗുഡ് ഇനഫ് ടു ഡ്രോ, അല്ലെങ്കിൽ ഐ എം ഓൾ സെറ്റ് ടു ഡ്രോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗോ ഹെഡ്. കാരണം അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് വരച്ച് മായ്ച്ച് പതുക്കെ ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ വയ്ക്കാം കുറച്ചുകൂടെ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, ഞാൻ ഒന്ന് ക്വിക്ക് റൗണ്ടായിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഓൾറൈറ്റ്, നമ്മളിത് തീരാനായിട്ടുണ്ട്. ഇനി ഒരു 3-4 എണ്ണേ ഉള്ളൂ. ഡ്രോയിങ് ദീസ്. അപ്പോൾ ഫസ്റ്റ് ഒരു വലിയൊരു ആർച്ച്, ഒരു ലൈൻ ഉണ്ട്, അറ്റത്തൊരു ചെറിയ കുനിപ്പെന്ന് പറയും അതിന്. ഇങ്ങനെ കൊണ്ടുവന്നു ഒറ്റ സ്പൈറൽ മതി കേട്ടോ, മൾട്ടിപ്പിളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ? സോ നമ്മളത് വരച്ചു. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു രീതിയിലാണ്. അപ്പം നമുക്കിവിടെ ഓൾറെഡി അതിൻ്റെ ഒരു സർക്കിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ സർക്കിൾ എടുക്കാതെ ഞാൻ ഇത്ര ഭാഗം മാത്രം എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കും. അതിൻ്റെ ലാസ്റ്റ് ലൈനിൻ്റെ വര, അതായത് ഇത്രയും നമ്മൾ ഷെയ്ഡ് കൊടുക്കും, ഈ ഒരു പർട്ടിക്കുലർ റീജിയൻ മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്. പെൻസിലുകൊണ്ട് ഡാർക്കായിട്ട് വരച്ചിട്ടില്ല, കാരണം അത് അത്രയും മതി എന്നുള്ളൊരു ഇതിൽ. അത് നമ്മൾ അറ്റം ലാസ്റ്റാണ് വരച്ച് കൊടുക്കുന്നുള്ളൂ. അത് പെൻസിലുകൊണ്ട് തന്നെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അവിടെ ഞാൻ മാർക്കർ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയും ഏരിയ ഫുള്ളും നമ്മൾ കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്കിത് ഇങ്ങനെ വരച്ചിട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് അതിൻ്റെ ഈ ഒരു സ്ഥലം ഒരു 3/4 ഭാഗം വെച്ചിട്ട് വരച്ചാൽ മതി എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ആ ലൈനൊക്കെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർ കിട്ടും. എസ്പെഷ്യലി ഈ ഒരു കേവിൻ്റെ സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത, നമ്മളിത് ഈ ഒരു വട്ടം എപ്പോഴും തിരിയുമ്പോൾ ആ തിരിവിൽ എപ്പോഴും ചേഞ്ച് ഉണ്ടാവും, ചെറിയ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ഇൻവിസിബിൾ ലൈന് വരച്ചിട്ട് പെൻസിലുകൊണ്ട് വളരെ ലൈറ്റ് ഷെയ്ഡിൽ വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അതൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും കേർവ്സിൽ എസ്പെഷ്യലി ആ ഒരു സർക്കിളിൻ്റെ തിരിയണ ഏരിയയിലൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ, ഇങ്ങനെ നമ്മൾ കോമ്പസ് വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഒരു ലൈറ്റ് ലൈൻ വരച്ചിട്ട് പിന്നെ അതിലുള്ള പ്രിൻ്റോ കളറോ എന്താ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി കറക്റ്റ് ഈക്വൽ ആൻഡ് യൂണിഫോം ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. കണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ സൈഡിലെ ഭംഗി കണ്ടോ? ആ ഭംഗി അതുപോലെ നിലനിർത്താനാണ് നമ്മൾ നോക്കുന്നത്. ഇത് ലാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഫാസ്റ്റും ചെയ്ത് വിടുന്നൊന്നുമില്ല, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവാം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എഗൈൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പോലെ ഈ ഒരു കളറിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് യെല്ലോയോ വേറെ ഏത് കളറാണ് ഭംഗി, കാരണം ഇതിലിപ്പോൾ നമ്മൾ പ്രിൻ്റൊന്നും വരയ്ക്കുന്നില്ല. അപ്പോൾ ലൈറ്റ് കളേഴ്സ് ആയാലും കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള നിങ്ങളുടെ കയ്യിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഷെയ്ഡും കൂടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കളർ ഇസ് നോട്ട് മാൻഡേറ്ററി, പക്ഷേ ഈ പ്രിൻ്റും കാര്യങ്ങളും മാൻഡേറ്ററിയാണ്. അത് സെയിം ആയിട്ട് തന്നെ വരയ്ക്കണം. നമ്മൾ ഓൾമോസ്റ്റ് തീരാനായി. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മണ്ഡല ചെയ്യാം. ഒപ്പം നമുക്കിനി വർലിയിൽ പെൻഡിങ് ഉള്ളത് ഒരു രാമായണ സ്റ്റോറി നമുക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്യാത്ത കുറച്ചധികം, അതിപ്പം ഞാൻ ഐ എം ഓൾസോ ലേണിംഗ്, നിങ്ങളെപ്പോലെ തന്നെ ഞാനും എനിക്ക് ഡെയിലി ഞാൻ ആർട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ
ആസ് സൂൺ ആസ് ഐ ലേൺ ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരികയാണ്. ജസ്റ്റ് റീസെൻ്റ്ലി ലേൺ ഹൗ ടു ഡ്രോ രാമായണ. അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ചായി, ബട്ട് ജസ്റ്റ് പ്ലാനിങ് ടു കംപ്ലീറ്റ് ഇറ്റ് വെരി സൂൺ. അപ്പോൾ ദിസ് ഇസ് ദ mandala for the day, and we will be continuing to draw different art forms in the coming classes. Thank you guys.